ഡൽഹിയെ ഞെട്ടിച്ച് വീണ്ടും ഒരു യുവാവിന്റെ കൊലപാതകം. 17-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരു പാർക്കിൽ. കൊലക്കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പോലീസ്. ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂരിലുള്ള DDA പാർക്കിലാണ് പുലർച്ചെ 17-കാരന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇതും അതിരാവിലെ സമയത്താണ്. ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന സയ്യിദ് എന്ന 17-കാരനാണ് കൊല്ലപ്പെട്ടതെന്ന് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പുലർച്ചെ പാർക്കിൽ വ്യായാമത്തിനെത്തിയ ചിലരാണ് ആ മൃതദേഹം കണ്ട് പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസ് സംഘം സ്ഥലത്തെത്തി. അങ്ങനെ പോലീസ് തന്നെയാണ് ആ മൃതദേഹം ആ പാർക്കിൽ നിന്നും ഇൻക്വസ്റ്റിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. എപ്പോൾ സംഭവിച്ചു എന്നോ എന്താണ് കൊലപാതകത്തിന് കാരണമെന്നോ പ്രദേശവാസികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ തുടർച്ചയായി ഇത്തരത്തിൽ യുവാക്കൾ കൊല്ലപ്പെടുന്നതിലുള്ള ആശങ്ക പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. सर ये नहीं कह सकते चाकू मार रखा है या इसे डंडे से, तो सर एक तो पुलिस का काम है अगर चेक करके बताने का. हमारे पास तो जैसे भी है ये डेड बॉडी है सामने, ये पुलिस बताएगी क्या है इसका. ഈ രണ്ട് കൊലപാതകങ്ങൾക്കും സമാനമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. രണ്ടും പുലർച്ചെ നടന്ന ആക്രമണങ്ങൾ, അതായത് രാത്രിയുടെ മറവിലാണ് ആ കൊലപാതക ശ്രമങ്ങളും അല്ലെങ്കിൽ കൊലപാതകവും. രണ്ടും കത്തികൊണ്ട് സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ആ പ്രദേശവാസികൾ, ഡൽഹിയിലുള്ള നിവാസികൾ പറയുന്നത്. എന്നാണെങ്കിലും ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് മരണകാരണമായത് എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ വ്യക്തമാവൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 1031 കൊലപാതക കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പോലീസ് സംഘങ്ങളെ വിനിയോഗിച്ച് അന്വേഷണം നടത്താനാണ് തീരുമാനം. എന്താണെങ്കിലും ഇതിലും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയോ വ്യക്തതയോ ഇല്ല. ഒരു പാർക്കിൽ നടന്ന കൊലപാതകമാണ്. അപ്പോൾ ആ പാർക്കിന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ തന്നെ കേന്ദ്രീകരിക്കാനാണ് പോലീസിന്റെ ആലോചനയും ശ്രമവും. ഈ രണ്ട് കൊലപാതകങ്ങൾ, ഒരാൾ 18 വയസ്സ്, ഒരാൾ 17 വയസ്സ്. ഈ രണ്ട് ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉടൻ തന്നെ ഉണ്ടാകും. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് നടന്ന കൊലപാതകങ്ങളാണ്, അതും രണ്ട് യുവാക്കളുടേത്. അതിലൊരു വ്യക്തത വന്നേ മതിയാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.